സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമചരതഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന നാദശ്രീ ചാനലിലെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സഹകരിച്ചവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമൻ നാരായണീയത്തിൽ 65, 66, 67, 68, 69 5 ദശകങ്ങളാണ് രാസക്രീഡ. ഇത് 67ാമത്തേലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിട്ടുള്ളത്. 6 ശ്ലോകം പറഞ്ഞു വെച്ചു. ഭാഗവത 5 അധ്യായമാണ്. 29, 30, 31, 32, 33. രാസക്രീഡയിൽ ഭഗവാൻ ഗോപികളെ ഒന്നങ്ങനെ ആനന്ദിപ്പിച്ചേക്കാം എന്ന് കരുതിയപ്പോൾ അവർക്ക് അഹങ്കാരമുണ്ടായതും ഭഗവാൻ അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ തിരോധാനം ചെയ്തതും പറഞ്ഞു. ദുഃഖത്തോടു കൂടിയിട്ട് അവർ അന്വേഷിക്കുകയാണ്. ഹാ ചൂത ഹാ കർണിക ചമ്പക കർണികാര കാമല്ലികേ മാലതിബാലവല്യ ചെമ്പകമേ പിച്ചകമേ മുല്ലേ തുളസി. നിങ്ങളെല്ലാവർക്കും ആരെങ്കിലും കൃഷ്ണനെ കണ്ടുവോ? ആ ഭഗവാൻ മറഞ്ഞ് വളരെയേറെ ദുഃഖം അനുഭവിച്ച് അന്വേഷിക്കുകയാണ് ഞങ്ങൾ. താപം സഖീനാം ദിഗുണീചകാര, അതാ കണ്ടു, ഇവിടെ ഉണ്ട് കൃഷ്ണൻ എന്ന് പറഞ്ഞ് കാണാതെ തന്നെ കണ്ടു എന്ന പ്രതീതിയോട് കൂടിയിട്ട് എല്ലാവരും ഓടി വന്നു. കൃഷ്ണൻ അവിടെ ഉണ്ടാവും, ഇവിടെ കൃഷ്ണനൊന്നുമില്ല, ഒരു തോന്നലാണ്. അപ്പോൾ എല്ലാവരുടെ ദുഃഖം ഇരട്ടിയായി. അടുത്ത് തഥാ ത്വദാത്മികാസ്തോ യമുനാതടാന്തേ തവാനുചക്രോ കില ചേഷ്ടിദാനീ വിജിത്യ ഭൂയോപി തദൈവ മാനാൻ ത്വയാ വിമുക്താം ദദചരാധാം. അവരപ്പോൾ ഒരു കാര്യം ചെയ്തു. ശ്രീകൃഷ്ണ ഭാവത്തിൽ മുഴുകി ശരീരത്തെ മറന്ന് എല്ലാം മറന്നു കൃഷ്ണലീലകൾ അനുകരിക്കാൻ തുടങ്ങി. ഒരാൾ പൂതനെ കത്യായല്ലേ, പൂതന അഭിഭത്സ്തനം, പൂതനയുടെ മുല കുടിച്ചു വേറൊരു സ്ത്രീ താൻ കൃഷ്ണനാണെന്നുള്ള ഭാവേന ഒരിക്കൽ ഒരു ശകടാസുരനായി. ഇങ്ങനെ വിവിധ ലീലകൾ അവിടെ അരങ്ങേറി. കാണാനാളുണ്ടോയെന്നൊന്നും അവർക്ക് പ്രശ്നമല്ല. നമുക്ക് അച്ഛൻ 4 ആൾ മുമ്പിലില്ലെങ്കിൽ എന്ത് വായനാന്ന് തോന്നുന്നു, അതും കൂടി തോന്നരുത് എന്നാണ്. ആളുണ്ടോ ആളില്ലേ നോക്കിയിട്ട് അവരുത് ആചാര്യൻ കഥ പറയണത്. ഭഗവാൻ അവിടെ ഉണ്ടല്ലോ, ഉറപ്പല്ലേ. ആർക്കും സംശയമുണ്ടായ പിന്നെ ഈ പണിക്ക് നിൽക്കരുത്. അപ്പോൾ ആ ഭഗവാൻ കേട്ടോളും. നമ്മളീ പറയുന്ന ഓരോ കാര്യങ്ങളും ഭഗവാൻ ശ്രദ്ധിക്കുന്നുണ്ടാവാം എന്നാണ്. അത് ഈശ്വര വിഷയമാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിരർത്ഥകമാവില്ല, വെറുതെ ആവില്ല. എന്തെങ്കിലും ഒരു നല്ല എഫക്റ്റ് അതിന് ഏതെങ്കിലും തരത്തിലുണ്ടാവും, പ്രത്യക്ഷത്തിൽ കണ്ടില്ലെങ്കിൽ. കാരണം ഈശ്വര കഥകളാണ്. ആ ഒരു ഭാവത്തിലാണ് സ്ത്രീകൾ ഈശ്വര കഥകൾ അഭിനയിച്ചത്. ഒരാൾ ഉരൽ വലിച്ചും കൊണ്ടുപോയി തന്നെ നടുവ് കൂടെ നടന്നു, താൻ കൃഷ്ണനാണെന്നുള്ള ഭാവത്തിൽ. വലിക്കാനെവിടെയാണ് ഉരൽ വേറൊരു സ്ത്രീയെ കെട്ടി വലിക്കണതേ. നീ ഉരലാവാൻ ഞാൻ കൃഷ്ണനാവാമെന്നും പറഞ്ഞിട്ട്. ഇപ്രകാരം കൃഷ്ണഭാവത്തിൽ ലയിച്ച് ത്വദാത്മികാസ്ത യമുനാതടാന്തേ, യമുനാതടത്തിൽ തവാനുചക്രു കില ചേഷ്ടിദാനി, കൃഷ്ണ അങ്ങ് ചെയ്ത ലീലകൾ സ്വയം അനുകരിച്ചു. കൃഷ്ണൻ വന്നില്ലെങ്കിൽ അവർക്ക് കൃഷ്ണനായി ഭാവിക്കാലോ, അതിന് തടസ്സമൊന്നുമില്ലല്ലോ. പക്ഷേ കൃഷ്ണനിൽ നിന്ന് അന്യമായിട്ട് കൃഷ്ണനില്ലാത്തൊരവസ്ഥ അവർക്ക് ചിന്തിക്കാൻ വയ്യ. കൃഷ്ണനില്ലെങ്കിലും ആ കൃഷ്ണൻ്റെ ചിന്തകൾ മനസ്സിൽ വളർത്തുക, അതിനെ തടുക്കാൻ ആർക്കും കഴിയില്ലല്ലോ. വിജിത്യ ഭൂയോപി തദൈവ മാനാൻ ത്വയാ വിമുക്താം ദദചരാധാം. പിന്നെയും അന്വേഷിച്ച് വേറൊരു തരത്തിൽ കുറച്ചും കൂടി പോയപ്പോൾ രാധ എന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ടു. പെട്ടെന്ന് ഇവർക്കൊരു ദേഷ്യമാണ് വന്നത്. ഞങ്ങളുടെ കൃഷ്ണനെ സ്വന്തം കൊണ്ടുപോയിട്ട് നീ എവിടെ ഒളിപ്പിച്ചു അല്ലേ? ഇത്രയും ആൾക്കാരെ ദുഃഖിപ്പിച്ചിട്ട് നീ സൂഹിക്കുകയാണോ? കാണിച്ചു തരാം എന്ന ചെറുതായിട്ടുള്ളൊരു കോപഭാവേന. കാരണം ഇവളാണ് കൃഷ്ണനെ കൊണ്ടുപോയത് എന്ന് ഇവർ തെറ്റിദ്ധരിച്ചു.
കാരണം കുറച്ചങ്ങോട്ട് പോയപ്പോൾ കൃഷ്ണൻ്റെ കാലടികൾ കണ്ടു എന്ന് ഭാഗവത്തിൽ വർണ്ണിക്കുന്നു. കാലടികൾ ഒരു സ്ത്രീയുടെ കാലടിയോടൊപ്പമാണ് കണ്ടത്. അപ്പോൾ ഉറപ്പല്ലേ ഒരു സ്ത്രീ സ്വന്തം കൃഷ്ണനെ കൊണ്ടുപോയി സന്തോഷിച്ചിട്ടുണ്ടെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ്റെ കാലടി മാത്രമാണ് കണ്ടത്, സ്ത്രീയുടെ കാലടി കാണാനില്ല. കൃഷ്ണൻ്റെ കാലടിയോ നല്ലോണം താണിരിക്കണു, ഇതുവരെ താണേനേക്കാൾ. അപ്പോൾ ഈ സ്ത്രീയെ എടുത്തും നടന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉപായക്കാരിയല്ല, മഹാസൂത്രതന്ത്രശാലിയാണ്. തന്നെ എടുപ്പിക്കാൻ, കൃഷ്ണനെ കൊണ്ട് എടുപ്പിക്കാൻ സാധിച്ചു അവൾക്ക്. അപ്പോൾ അവൾ എത്ര കേമത്തിയാവണം എന്നൊക്കെ വിചാരിച്ച് ഏതോ ഒരു സ്ത്രീയുടെ കൂടെ കൃഷ്ണൻ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ കൃഷ്ണൻ്റെ കൂടെ സ്ത്രീ പോയിട്ടുണ്ടെന്ന് കണ്ടിട്ടാണ് ആ സ്ത്രീ കയ്യും കുത്തി ദുഃഖിച്ചിരിക്കുകയാണ്, അവരുടെ എത്തിക്കാണ്ട് പോയി. പെട്ടെന്ന് ദേഷ്യപ്പെട്ടു, ഞങ്ങളുടെ കൃഷ്ണനെ എവിടെ നീ ഒളിപ്പിച്ച് വെച്ചിരിക്കണം. അപ്പോഴാണ് അവൾ പറഞ്ഞത്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല കാര്യം, ഞാൻ കൃഷ്ണനെ ഒളിപ്പിച്ചിട്ടുമില്ല, ഞാൻ കൃഷ്ണനെ കൊണ്ടുപോയിട്ടുമില്ല, കൃഷ്ണനെ എന്നെയാണ് കൊണ്ടുപോയത്. അജാതഗർവാം, ആ സമയത്ത് അഹങ്കാരം ഉണ്ടായിരുന്നില്ല. ബാക്കി നിങ്ങൾക്കൊക്കെ കുറച്ച് അഹങ്കാരം ജനിച്ചു. ഞാനാണ് അജാതഗർവ, അഹങ്കാരമില്ലാത്തവൾ എന്നതുകൊണ്ട് എന്നെ കൊണ്ടുപോയതാ. ഞാൻ കൃഷ്ണനെ കൊണ്ടുപോയില്ല. കൃഷ്ണനെ കൊണ്ടുപോകാൻ പറ്റുമോ ആർക്കെങ്കിലും? കൃഷ്ണൻ എന്നെയാണ് കൊണ്ടുപോയത്. തതസമം താപിപിനെ സമന്ത തമോവതാരാപതമാർഗയന്ത്യ. അപ്പം എനിക്കൊരു തോന്നൽ, രാധ പറയാണ്, എല്ലാവരെയും ഉപേക്ഷിച്ചിട്ട് എന്നെ സ്വീകരിക്കണമെങ്കിൽ ലേശര യോഗ്യത എനിക്കുണ്ടാവണ്ടേ മറ്റുള്ളവരേക്കാൾ. അപ്പോൾ ആ അഹങ്കാരം എപ്പോൾ വന്നുവോ, ഞാൻ ഭഗവാനോട് എന്നെ എടുക്കാൻ പറഞ്ഞു. അത് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. പിന്നെ ഞാനും കൃഷ്ണനെ കണ്ടില്ല. അമ്പടി ഗെയിമി, അത്രയ്ക്ക് നീ ആയോ? പിന്നെ ഞാൻ ഒന്നങ്ങനെ എടുത്തുവോ സംശയം. പിന്നെ നിലത്തേക്ക് വീഴലുണ്ടായത്, കൃഷ്ണൻ അവിടെ ഇല്ല. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ കൃഷ്ണനെ കൊണ്ടുപോയിട്ടില്ല, നിങ്ങളിൽ നിന്ന് അകറ്റിയിട്ടില്ല. ഒരു ഘട്ടത്തിൽ കൃഷ്ണൻ എന്നെ കൊണ്ടുപോയി. അപ്പം എനിക്കൊരു കേമത്തം തോന്നിയപ്പോൾ എന്നെയും ഉപേക്ഷിച്ചു. അപ്പം നിങ്ങളെക്കാൾ കഷ്ടമാണ് എൻ്റെ കാര്യം. നിങ്ങളെ കൂട്ടത്തോടെയല്ലേ ഉപേക്ഷിച്ചത്, എന്നെ തനിയെ കാട്ടിൽ ഉപേക്ഷിച്ചു. കസ്ത്യജയ നിശി, കാട്ടിൽ കൃഷ്ണ ഈ സ്ത്രീകളെ ഉപേക്ഷിക്കുമോ ആരെങ്കിലും? കുറച്ച് സന്മനസ്സുള്ള ഒരു പുരുഷൻ അങ്ങനെ ചെയ്യുമോ എന്നവർ ഗോപികാഗീതത്തിൽ ചോദിക്കുന്നുണ്ട്. കസ്ത്യജേൻ നിശി, ത്യജിക്കുക. ആരാ ഈ രാത്രി സ്ത്രീകളെ എവിടെയെങ്കിലും? അവൻ മാത്രം ആശ്രയമായിട്ടുള്ളവളാണ്. ത്യജിക്കുക. കൃഷ്ണ അങ്ങനെ ചെയ്തത് അക്രമമായി പോയി. കാട്ടിൽ രാത്രി ഒക്കെ ഉണ്ട്, പകലല്ല. കസ്ത്യജേ നിശി, രാത്രി നേരാണ്. ഇത് അങ്ങേക്ക് ഉചിതമാണോ എന്ന് ഗോപികാഗീതത്തിൽ പിന്നീട് അവർ ചോദിക്കുന്നുണ്ട്. പുനർവിമിശ്ര യമുനാതടാന്തേ പ്രശംബിലേ പുച്ഛ ജഗുർഗുണാം തേ. ഗോപികാഗീതം ജഗുർഗുണാസ്തേ എന്നുള്ളതിൽ ഒതുക്കി നാരായണീയത്തിൽ. കുറച്ച് കഷ്ടമായി തോന്നും നമുക്ക്. കാരണം 19 ശ്ലോകം. ജയതിതേതികം ജന്മനാ വ്രജ ശയത ഇന്ദിരാ ശശ്വതത്രഹി ദൈതദിശ്യതാം ദിക്ഷുതാവകാ ത്വയിദാസവത്വം വിജിന്വതേ. കൃഷ്ണഭക്തി വളരേണ്ടവർക്കും കൃഷ്ണോപാസന ചെയ്യേണ്ടവർക്കും ആചാര്യന്മാർ പലപ്പോഴും ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ഗോപികാഗീതം. 19 ശ്ലോകം. ഹേ കൃഷ്ണ, തേ ജന്മന വ്രജം അധികം ജയതി. ഇങ്ങനെ തുടങ്ങണം. അങ്ങയുടെ ജന്മം മുതൽ ഈ ഗോകുലം എന്താ ഉയർച്ചയുണ്ടായത്? പണ്ട് പശുക്കളെ വളർത്തുന്ന സ്ഥലം മാത്രമായിരുന്നു. അപ്പം എന്താ ഗോകുലത്തിന് പ്രത്യേകത? പശുക്കളുടെ ശബ്ദം ഉണ്ടാവും, നല്ലത് തന്നെ, വേറൊന്നുമില്ല. പക്ഷേ അങ്ങയുടെ ജന്മം കൊണ്ടോ അങ്ങനെയല്ല. ശ്രേത ഇന്ദിരാ ശശ്വതത്രഹി, അത്ര ഇന്ദിര ശ്രേയതേ, ഇന്ദിരാദേവി ഇവിടെ വസിക്കണു. മഹാലക്ഷ്മിയുടെ ദിക്കിൽ വസിച്ചാൽ അവിടുത്തെ സ്ഥിതി എന്താ? അവിടുത്തെ സ്ഥിതി എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അഷ്ടലക്ഷ്മി അവിടെ ഉണ്ടാവും. ശത്രുക്കളില്ല, സന്താനമില്ലാത്ത കുഴപ്പമില്ല, ധനമില്ലാത്ത കുഴപ്പമില്ല, ഐശ്വര്യമില്ലാത്ത കുഴപ്പമില്ല, ധൈര്യമില്ലാത്ത കുഴപ്പമില്ല. ധൈര്യലക്ഷ്മി, സന്താനലക്ഷ്മി, വീരലക്ഷ്മി, സർവ ഐശ്വര്യ ധനധാന്യ ലക്ഷ്മികളും അവിടെ നിറച്ചുകൊണ്ട് അങ്ങയുടെ ജന്മം മുതൽ കൃഷ്ണ ലക്ഷ്മി ദേവി ഇവിടെ വിളങ്ങാണ് എന്ന് പറഞ്ഞുകൊണ്ടതാണ് പറയാൻ തുടങ്ങിയാൽ ഒരുപാടുണ്ട്. എവിടെയും നിൽക്കില്ല. അത്രയും വലിയ ഉപനിഷത്സാരങ്ങൾ മുഴുവനും അടങ്ങിയതാണ് 19 ശ്ലോകമുള്ള ഗോപികാഗീതം. സർവ്വ ദുഃഖങ്ങളും ഇല്ലാണ്ട് ഇവൻ ദിവസവും ചെല്ലണത് വളരെ നല്ലതാണ്. നോക്കി ചെല്ലുക, കുറേ കഴിഞ്ഞാൽ പഠിയും. എല്ലാം അങ്ങനെയാണല്ലോ. 3 മിനിറ്റ്, 4 മിനിറ്റ്, 5 മിനിറ്റ് സ്പീഡായാൽ അത്രേ എടുക്കുള്ളൂ.
എത്ര ഗുണമാണ് ചെല്ലുക എന്ന് പറയുന്നത്. ഗോപികാഗീതം ചെല്ലണത് വളരെ നല്ലതാണ്. സഹസ്രനാമം ചെല്ലാൻ വയ്യാത്തവർക്കൊരു ഷോർട്ട്കട്ടും കൂടി അത്. സഹസ്രനാമം ഒരു സമയം എടുക്കും. ഇതാകെ 3, 4, 5 മിനിറ്റ് ഒരധ്യായം പറഞ്ഞാൽ അധ്യായത്തിൻ്റെ വലിപ്പമില്ല. ആ ഗോപികാഗീതം കൃഷ്ണാപദാനങ്ങൾ പ്രകീർത്തിച്ചുകൊണ്ട് ഇവർ ഭക്തി പുരസ്സരം കണ്ണീരൊഴുക്കിക്കൊണ്ട് വേറൊരു ചിന്ത മനസ്സിലില്ലാതെ ആലപിച്ചു. അങ്ങനെ ഭഗവാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് ഗോപികാഗീതം അവസാനിക്കുക. ഇതി ഗോപ്യപ്രഗായന്ത്യ പ്രളബന്ധ്യച്ച ചിത്രധ ഋതുസ്വരം രാജൻ കൃഷ്ണദർശനലാലസ താസാമാവിരപൂച്ചൗരി സ്മയമാനമുഖാംബുജ പീതാംബരധരസ്രഗി സാക്ഷാത് മന്മഥ. ഭാഗവതം ഏറ്റവും സന്തോഷത്തോടുകൂടി സൗന്ദര്യത്തോടുകൂടി മന്മഥൻ്റെയും മന്മഥൻ കാമദേവനും കൂടി അത്ഭുതം ജനിപ്പിക്കുന്ന സ്വരൂപത്തോടുകൂടി വനമാല ധരിച്ച് മഞ്ഞപ്പട്ടുടുത്ത് ഓടക്കുഴ വിളിച്ച് രൂപത്തോടു കൂടിയിട്ട് പുഞ്ചിരിച്ചു കൊണ്ട് അവരുടെ മുമ്പിൽ പ്രത്യക്ഷ. അഹങ്കാരമൊക്കെ പോയി. എവിടെ അഹങ്കാരമുണ്ടോ അവിടെ ഭഗവാൻ ഉണ്ടാവില്ല. അഹങ്കാരമില്ലാത്തടത്തേ ഭഗവാൻ ഉണ്ടാവുള്ളൂ. പണ്ടൊരു ഗുരുനാഥൻ തന്നെ ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈശ്വരനെ കാണിച്ചു തരാൻ പറ്റുമോ, ഭഗവാനെ കാണിച്ചു തരാൻ പറ്റുമോ? ആരും മിണ്ടിയില്ല. ആർക്കും കാണിച്ചു തരാൻ പറ്റില്ല. ഒരാൾ പറഞ്ഞു, ഞാൻ പോയാൽ കാണാം. ഇപ്പോൾ ഇത്ര കേമനോ, എന്താ നീ ഉദ്ദേശിച്ചത് ചോദിച്ചു ഗുരുനാഥൻ. ഞാൻ വിത്തിൻ ഇൻവെർട്ടഡ് കോമയാണ്. എപ്പം ഞാൻ പോകുന്നുവോ അവിടെ ഈശ്വരൻ ഉണ്ടാവും. എവിടെ ഞാനുണ്ടോ അവിടെ ഈശ്വരൻ ഉണ്ടാവില്ല. ഞാൻ ഇൻവെർട്ടഡ് കോമ, ഞാൻ പോയാൽ അവിടെ ഭഗവാൻ ഉണ്ടാവും. എവിടെ ഞാൻ അഹം എന്ന ഭാവം ഉണ്ടോ അവിടെ ഈശ്വരൻ ഉണ്ടാവില്ല എന്നാണ് ഗോപികളുടെ കഥയിൽ നിന്ന് കാണിച്ചത്. ശേഷം കഥ തുടരുകയാണ്. ശുഭദിന ആശംസകളോടുകൂടി നിർത്തുന്നു. നമസ്കാരം.